ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ബാക്കി വന്നിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള ചോറ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ ചൂടുള്ള ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ റേഷൻ അരിയുടെയോ സാധാ അരിയുടെയോ ഏതരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ 1 കപ്പ് ചോറിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ആ 1 കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിലുള്ള വെള്ളമാണ്. ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കരുത്. ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റ് പരുവം കാണിച്ചു തരാം. സ്പൂൺ കൊണ്ട് കോരിയെടുക്കുമ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ എടുത്തിട്ടുള്ള ചോറിൻ്റെ അളവനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര പലഹാരം വേണോ അതിനനുസരിച്ച് ചോറെടുക്കുമ്പോൾ ആ ഒരു കണക്കനുസരിച്ചാവും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചും എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1.5 സവോള ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ കൈവച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഒറ്റയായിട്ട് കിട്ടാനാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പലഹാരം നന്നായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാനിതാ എല്ലാം ഒറ്റയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു അരച്ച് വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മിക്സിയുടെ ജാറിൽ നിന്ന് കൈവച്ച് തുടച്ചിട്ട് കൊടുത്താൽ മതി. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് വേണ്ടത്. 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലൊരു സ്പൂൺ അളവിൽ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി 1 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൂടെ നല്ലൊരു എരിവിന് വേണ്ടിയും മണത്തിന് വേണ്ടിയും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ കഴിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിലൊന്നും പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല. ഇനി ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം അളവ് വരുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാൻ മറന്നതാണ് ആ ഒരു പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഞാനിതാ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഈ ഒരു മാവ് നല്ലൊരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കുകയോ കുറച്ച് വെക്കുകയോ ചെയ്യരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പുറം ഭാഗം. അതൊന്നും വേവയില്ല. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ വാടിപ്പോവും. ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് മുഴുവനായിട്ടും ആ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കുക. എങ്കിലേ എല്ലാം ഒരേ പരുവത്തിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതൊരു പകുതിയോളം വേവായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിനോടൊപ്പം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും മണവും കൂടെ ആകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുമാത്രമല്ല വീഡിയോയിൽ കാണാനൊരു ഭംഗിക്കും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കുറച്ചായിട്ട് കോരിയെടുക്കാം. ഇത് എണ്ണ കുടിക്കുമെന്നോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അധികം എണ്ണ കുടിക്കാത്ത നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. ഇതേപോലെ തന്നെ എല്ലാ മാവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.